मुझे जवाब दीजिए, ये जो आतंकवादी है उनके पास शस्त्र और बारूद कहां से आते? പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യത്ത് കാശ്മീരിൽ പാൽഗാം എന്ന് പറയുന്ന താഴ്വരയിൽ സംഭവിച്ച മഹാദുരന്തം നമ്മുടെ വിലയേറിയ 26 ജീവിതങ്ങളെയാണ് തട്ടിയെടുത്തത്. ഇസ്ലാമിക ഭീകരവാദികൾ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരെ ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണം അവർക്ക് പ്രചോദിതമായത് എന്താണ് എന്നുള്ളത് നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളും ചിന്തകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദൂരങ്ങളിൽ നിന്ന് എൻ്റെ സ്നേഹിതന്മാർ പലരും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും പല സന്ദർഭങ്ങളായിട്ട് വിളിക്കുകയുണ്ടായി. അങ്ങനെയുള്ളതിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വിനോദ്, അദ്ദേഹം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ മതിപ്പ് തോന്നി. കാരണം നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജിയോട് ഒരു മുഖ്യമന്ത്രി പണ്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജിയോട് അദ്ദേഹം ചോദിച്ചായിട്ടുള്ള 4 ചോദ്യങ്ങൾ, ആ 4 ചോദ്യങ്ങൾക്ക് ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. ആ പ്രധാനമന്ത്രിജിയോടുള്ള ചോദ്യത്തെ നമുക്കൊന്ന് കേൾക്കാം. ചോദിച്ച ആളെയും നിങ്ങൾക്കൊന്ന് കാണാം. मुझे जवाब दीजिए, ये जो आतंकवादी है उनके पास शस्त्र और बारूद कहां से आता है? वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है। सीमा सुरक्षा बल आपके कब्जे में है। मैंने उनको दूसरा सवाल पूछा, हमने कहा आतंकवादियों के पास धन आता है, हवाले से आता है, पूरा मनी ट्रांजैक्शन का कारोबार भारत सरकार के कब्जे में है, आरबीआई के अंडर में है। क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते? मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ ही आते हैं, घुसपैठ ही आतंकवादियों के रूप में आते हैं, आतंकवादी घटनाएं करते हैं, भाग जाते हैं। प्रधानमंत्री जी आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, बीएसएफ सेना सब आपके हाथ में है, नेवी आपके हाथ में है, ये विदेश से घुसपैठ के कैसे घुस जाते हैं? मैंने चौथा सवाल पूछा, सारा कम्युनिकेशन भारत सरकार के अंडर में है, कोई भी अगर टेलीफोन पे बात करता है, ईमेल भेजता है, भारत सरकार उसको इंटरप्ट कर सकती है, इंटरप्ट कर करके जानकारियां पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो। मैं पूछना चाहता हूं प्रधानमंत्री जी को, इस विषय में आपने क्या किया है? दिल्ली की सल्तनत के पास मेरे इन सवालों के जवाब नहीं है, दिल्ली की सरकार में वो सीना नहीं है। മനസ്സിലായല്ലോ? നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജിയോട് ഈ 4 കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനായിട്ടുള്ളൂ. ഒന്ന്, സുരക്ഷാ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാള് അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ചായിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിൻ്റെ വീഡിയോ കാണാനായിട്ട് ഇടയായിത്തീർന്നു. വലിയ ഗടാഗടിയൻ ചോദ്യങ്ങളൊന്നുമല്ല, സുരക്ഷാ സാങ്കേതിക ജാടകളില്ല, ഏത് ഇന്ത്യക്കാരനും ചോദിക്കാവുന്ന സാധാരണ ചോദ്യങ്ങൾ. അതിലൊന്നാമത്തെ ചോദ്യം, ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത്? അങ്ങ് ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ഭീകരന്മാർക്ക് ഇവിടെ വന്ന ഭീകരവാദികൾ അവർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു വന്ന് അവർ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള 26 പേരുടെ വിലപ്പെട്ട ജീവിതങ്ങളെ കവർന്നെടുത്തല്ലോ. അതിന് അവർക്ക് ആയുധങ്ങൾ എവിടുന്ന് കിട്ടുന്നു? ന്യായമായൊരു ചോദ്യമാണ്. അതിർത്തി മുഴുവനും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലേ എന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ കൃത്യമായി ചോദിച്ചാൽ, അങ്ങയുടെ ഭരണാധിപന്മാരുടെ നിയന്ത്രണത്തിലല്ലേ, അങ്ങയുടെ മന്ത്രിമാരുടെ, രാജ്യസുരക്ഷാ മന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ നിയന്ത്രണത്തിലല്ലേ ഈ ഭീകര ആക്രമണം നടന്നിട്ടുള്ള ആ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത്? അതാണ് ഒന്നാമത്തെ അങ്ങയുടെ ചോദ്യം, അങ്ങയോട് തന്നെ അങ്ങ് ചോദിക്കുന്നത്. 2, ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് ഇതിനാവശ്യമായിരിക്കുന്ന പണം കിട്ടുന്നത്? അങ്ങയുടെ ചോദ്യമാണല്ലോ. പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാണല്ലോ ഇപ്പോൾ പണം ഇടപാടുകളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇവിടുത്തെ പണം കള്ളനോട്ടുകളൊക്കെ നിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ രീതിയിൽ നമ്മൾ പുതിയ നോട്ടുകളൊക്കെ അടിച്ചു. അതിനുശേഷം പല നോട്ടുകളും നമ്മൾ പിൻവലിച്ചു. അതുകൂടാതെ ഡിജിറ്റൽ നോട്ടുകളായിട്ട് നമ്മൾ പലതും ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ പണസംബന്ധമായ കാര്യങ്ങൾ അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ എന്ന് വേറൊരു വാക്കിൽ ചോദിച്ചാൽ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലല്ലേ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, പണം
എന്നാണ് അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. അങ്ങയോട് ലോകം ചോദിക്കുന്നത്, ഇന്ത്യക്കാരായ ഞങ്ങൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വിദേശത്തു നിന്നും, വിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഭീകരന്മാർ നുഴഞ്ഞു കയറി ഭാരത മണ്ണിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു. അതിനുശേഷം അവർ രക്ഷപ്പെട്ടു പോകുന്നു. നാളിതുവരെയായിട്ടും അവരെ തിരയുന്നതല്ലാതെ നമുക്ക് അവരെ പിടികിട്ടിയില്ലല്ലോ. അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെൻ്റെ ചോദ്യമല്ല, അങ്ങയുടെ ആ മഹനീയമായ അധരങ്ങളിൽ നിന്ന് അങ്ങ് ചോദിച്ചായിട്ടുള്ള ചോദ്യം അങ്ങയോട് ചോദിക്കുകയാണ്, ലോകം ചോദിക്കുകയാണ്. ആ ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ജനതയ്ക്ക് വേണ്ടി, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അങ്ങയോട് ചോദിക്കുകയാണ്. അതിർത്തി അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? അങ്ങല്ലേ പ്രധാനമന്ത്രി? അപ്പോൾ അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? സമുദ്രാതിർത്തി അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? BSF അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? ആർമി അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? നേവി എന്നിവയൊക്കെ അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയല്ലേ എന്ന് അങ്ങ് ചോദിച്ചില്ലേ? ആ ചോദ്യം അങ്ങയോടൊന്ന് എടുത്തു ചോദിക്കുന്നു എന്ന് മാത്രം. എങ്ങനെയാണ് അയൽ രാജ്യത്ത് നിന്ന് ഭീകരന്മാർ ഇവിടെ നുഴഞ്ഞു കയറുന്നത്? നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ കലാപങ്ങൾ നടക്കുകയാണ്. മ്യാൻമറിൽ കലാപമുണ്ട്, ബംഗ്ലാദേശിൽ ഭീകരമായ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ ഭീകരവാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതിർത്തി രാജ്യങ്ങൾ നമുക്കുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഈ ഭീകരന്മാർ നുഴഞ്ഞു കയറാതിരിക്കാൻ തക്കവണ്ണം സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ള ദൗത്യം അങ്ങേക്കുള്ളതല്ലേ എന്ന് അങ്ങ് ചോദിച്ചില്ലേ? ആ ചോദ്യം അങ്ങയോട് ചോദിക്കുന്നു. നാലാമത്തെ അങ്ങയുടെ മനോഹരമായ ചോദ്യം, വാർത്താവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലേ? ആര് സംസാരിച്ചാലും ആര് മെയിൽ അയച്ചാലും അതൊക്കെ അറിയുവാനുള്ള സംവിധാനം നമുക്കില്ലേ? പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇന്ത്യയിൽ ഇതെല്ലാ സൗകര്യങ്ങളും മുൻകാലത്തേക്കാൾ അങ്ങയുടെ ഭരണകാലഘട്ടത്തിൽ അത് അധികമായി നിർഗളം വമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ ആ സംവിധാനം എങ്ങനെയാണ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതിരുന്നത്? ഇവരെന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം പറയുന്നു എന്നറിയാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പം ആ സംവിധാനങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചോ? അപ്പം ഇവരെയൊക്കെ തടയാൻ നമുക്ക് ആകുന്നതല്ലേ? അങ്ങ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്തത്? പ്രധാനമന്ത്രിജി, അങ്ങയോട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് അങ്ങ് തന്നെ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളൊന്ന് എടുത്ത് ചോദിക്കുകയാണ്. അങ്ങ് ചോദിച്ചല്ലോ, അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിജിയോട് ചോദിച്ച അതേ ചോദ്യം പ്രധാനമന്ത്രിജിയായിരിക്കുന്ന അങ്ങയുടെ വായിൽ നിന്ന് തന്നെ അങ്ങയുടെ കർണങ്ങളിലേക്ക് ഞങ്ങൾ ഇട്ടു തരുന്നു. അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് 140 കോടിയിൽ പരം ജനങ്ങളുള്ള ഈ രാജ്യത്തിലെ ഓരോ പൗരനും അങ്ങയിൽ നിന്ന് ഇതിന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹമുള്ള പ്രജകളല്ലാത്ത പൗരഗണത്തിൽപ്പെട്ട ഒരു എളിയദാസൻ. താങ്ക് യു വെരി മച്ച്.